പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥനാ ധ്വനിയോടുള്ള ബന്ധത്തിൽ വചനത്തിന് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമേ തന്നെ ഇതിൻ്റെ കൺവീനറായിരിക്കുന്ന ബെൻസൺ പാസ്റ്റർക്കും കുടുംബത്തിനും മറ്റ് കൗൺസിൽ അംഗങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണമേ. അടിയനോടുകൂടെയും വചനം കേൾക്കുന്നവരോടുകൂടെയും കർത്താവെല്ലാം അവിടുന്ന് വസിച്ച് ദൈവവിഷത്തിനായി ഞങ്ങളെ ഒരുക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ദൈവങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന സിസ്റ്റത്തെ എല്ലാം കർത്താവോട് നിയന്ത്രിക്കണം. കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കണം. സകലവും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കും. ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന ഭാഗം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്നുള്ള വിഷയമാണ്. നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രകടമാകുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് കഴിഞ്ഞ മാസം കേൾക്കുകയായിരുന്നു. ആ പ്രതിസന്ധികളിലൊക്കെ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവകൃപയാണ്, അല്ലെങ്കിൽ ദൈവശക്തി, അതിൻ്റെ വ്യാപാരം ഏത് വിധം എന്നൊക്കെ ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കുവാനും കർത്താവിൽ ബലപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ നിന്നൊക്കെ മനസ്സിലാക്കാണ്ട് കഴിയുന്നുണ്ട്. അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി ചില വചനഭാഗങ്ങളിലൂടെ ഈ ദൈവശക്തിയെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം ഇതാണ്. കൊലോസ്യർ 1:29. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കർത്താവിനെ സുവിശേഷീകരിക്കുന്നതിൽ അതിലേത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുവാനും തികഞ്ഞവനായി നിർത്തുവാനും ഉള്ള താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന പൗലോസ് പറയുകയാണ്, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടുകയാണ്, അങ്ങനെ അധ്വാനിക്കുകയാണ്. അപ്പോൾ സുവിശേഷ വേലയിൽ, വിശ്വാസ ജീവിതത്തിൽ ഒക്കെ നമുക്ക് ആവശ്യമായിരിക്കുന്ന, മുന്നോട്ട് നയിക്കുവാൻ മുന്നോട്ട് കടന്നു പോകുവാൻ ആവശ്യമായിരിക്കുന്ന ആ ദൈവിക കൃപയെ സംബന്ധിച്ച്, ദൈവശക്തിയെ സംബന്ധിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയിരുന്ന കാലങ്ങളിൽ അനേക ദൈവദാസന്മാരെ ദൈവം അതിനുപയോഗിച്ചിട്ടുണ്ട്. ഗദയോനെക്കുറിച്ച്, ശിംശോനെക്കുറിച്ച്, ഏലിയാവിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ശക്തിയേറിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ബലപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ അവരിൽ അത് നിലനിന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സമൂഹത്തിൽ അത് നിലനിന്നില്ല. എന്നാൽ പുതിയ നിയമ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ദൈവ സാന്നിധ്യം നിരന്തരമായി അനുഭവിക്കുവാനുള്ള ഒരു പ്രത്യേക കൃപയും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാർക്ക്, ഈ ലോകത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രവർത്തിപ്പാൻ, മുന്നോട്ട് പോകുവാൻ ഒക്കെ കൃപ നൽകേണ്ടതിന് അവരോട് പറഞ്ഞു, ഉയരത്തിലെ ശക്തിക്കായി നിങ്ങൾ കാത്തിരിക്കണം. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ആത്മീയ ജീവിതത്തിന് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിവർത്തിക്കു വേണ്ടി മനുഷ്യൻ്റെ സ്വയം ശക്തി കൊണ്ട് മാത്രം പ്രവർത്തിപ്പാൻ കഴിയുന്നതല്ല. കർത്താവ് നമ്മളെ വിളിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ അതിനുവേണ്ടി മാനുഷിക ശക്തിയിൽ മാത്രം നമ്മൾ പുറപ്പെട്ടാൽ അത് തികയ്ക്കുവാനായിട്ട് സാധ്യമല്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. ദൈവം നമ്മളെ ഒരു ദൗത്യത്തിന് ഏൽപ്പിക്കുമ്പോൾ അത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കപ്പെടുന്നു എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ടാണ് ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ആ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് അവരോട് പറയുന്ന വാക്കുകളായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പം അതിനു മുമ്പ് പലപ്പോഴും അധൈര്യപ്പെട്ടും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഉയർപ്പിനുള്ള സമയങ്ങളിലൊക്കെ ഇവർ ഭയപ്പെട്ട് ഇരിക്കുകയായിരുന്നു. യേശുവിനെ തള്ളിക്കളയുന്ന അനുഭവം വരെ ശിഷ്യന്മാരിലുണ്ടായിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർക്ക് കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവിനറിയാം അവരെ എന്ത് ചെയ്യണം, ദൈവശക്തി കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു അത്. നമ്മുടെ ബലഹീനതകളെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന വിഷയത്തെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അശക്തിയെ നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പകരുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവ സാന്നിധ്യം തന്നെയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം എങ്ങനെ പോകാൻ, ശമരിയിലേക്ക്, അല്ലേ? മുമ്പ് കാലങ്ങളിൽ യഹൂദൻ അവിടെ പോകാത്ത സ്ഥലമാണ്, ശപിക്കപ്പെട്ട ദേശമായി എണ്ണപ്പെട്ട ദേശമാണ്. അവിടെ കടന്നുപോയി യേശു മാത്രമാണ് യഹൂദന്മാരിൽ പിന്നെ അവിടെ കടന്നു പോകുന്നത്. കാരണം യേശു സകല മനുഷ്യരെയും രക്ഷിതാവായി കടന്നു വന്ന വ്യക്തിത്വമാണല്ലോ, ദൈവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശപിക്കപ്പെട്ട ശമര്യരെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും പാപത്തിന് അടിമപ്പെട്ട്, ശാപത്തിന് അടിമപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തെ പോലും ദൈവിക മാർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കരുണയുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന സകല അശുദ്ധിയിൽ നിന്നും വേർവിട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ പകർന്ന ശക്തി നൽകിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യെരൂശലേമിൽ ആദ്യം അവരുടെ സ്ഥലത്ത്, പിന്നെ യഹൂദ്യ മുഴുവൻ, പിന്നെ ശമരിയയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ആമേൻ. ഒരുപക്ഷെ നമുക്കങ്ങനെ ലോകം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. എന്നാൽ നമുക്ക് അടുത്തുള്ളവരോട് പറയാനായിട്ട് പറ്റും, നമ്മളെ സമീപിക്കുന്നവരോട് പറയാൻ പറ്റും, അവർ മറ്റുള്ളവരോട് പറയാൻ പറ്റും, വീണ്ടും അവർ മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഇതൊരു ശൃംഖല പോലെ തന്നെ ശക്തമായി പോകപ്പെടണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാനിടെ. സാക്ഷികൾക്ക് ആ ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുവാനും അത് കേൾക്കുന്നവർ ആ ദൈവ സാന്നിധ്യം കാണുവാനും അനുഭവിപ്പാനും ഇടയായിത്തീരണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു വാഗ്ദത്തം അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ കടക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരിലേക്ക് കർത്താവ് അത് പകർന്നു എന്നുള്ളതാണ്. പെന്തക്കോസ്ത് നാളിൽ അത് സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റ് പോലെയുള്ള വലിയ കാറ്റടിക്കുന്ന അനുഭവം അത് എന്ത് ചെയ്യാണ്, ആ മുറിയെ നിറയ്ക്കുകയാണ്. പിളർന്ന അഗ്നിനാവുകൾ പോലെ ഓരോ വ്യക്തിയുടെ മേലും അത് പതിഞ്ഞു. ആ ശക്തിയിൽ അവർ അന്യഭാഷകൾ സംസാരിപ്പാനിടയായി. അന്ന് അവരിൽ പതിഞ്ഞ ആ ദൈവിക ശക്തിയും എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി എന്നുള്ളതാണ്. കാരണം അതുവരെ നാം നമ്മെ തന്നെ നടത്തുന്നവരായി, നമ്മുടെ യജമാനായി നാം കടന്നു പോവുകയാണ്. എന്നാൽ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ദൈവിക നടത്തിപ്പ് നമുക്കുണ്ടാകണം. നമ്മളൊരു ദൈവ പൈതലായി തീരുകയാണ്. അതുകൊണ്ടാണ് റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ആരാ? അവരാണ് ദൈവമക്കൾ. അപ്പോൾ ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ്, ഒരു ഗൈഡൻസ് നമുക്കെപ്പോഴും ആവശ്യമാണ്. കർത്താവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പിന്നെ ഈ പരീക്ഷകൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് അവനെ സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് അവനെ ഗലീലയിലേക്ക് നടത്തി. ആ ശക്തിയോടെ അവൻ കടന്നുപോയി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ കർത്താവ് കടന്നുപോയിടത്തെല്ലാം ആ ദൈവശക്തിയുടെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. അത് മുഖാന്തരം ഉണ്ടാകുന്ന വിടുതലാണ് നമ്മൾ കണ്ടത്. അതുമൂലം ഉണ്ടാകാവുന്ന രക്ഷയുടെ സാദൃശ്യങ്ങളാണ് നമ്മളവിടെ കണ്ടത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് പോലും അതാവശ്യമായി, മനുഷ്യനായി കടന്നു വന്ന കർത്താവിന് പോലും അതാവശ്യമായിരുന്നെങ്കിൽ കേവലം മനുഷ്യർ ആയിരിക്കാൻ നമുക്ക് എത്രത്തോളം അത് ആവശ്യമാണ്. അത് നമ്മുടെ കർത്താവിനറിയാം, അത് നമ്മുടെ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മളിലേക്കും അത് പകരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. ഇത് ധാരാളമായി അനുഭവിച്ചൊരു വ്യക്തിത്വമാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യം കുറിവാക്യമായി വായിച്ചത്. കാരണം
സുവിശേഷം അറിയിക്കുവാൻ, സകല മനുഷ്യൻ രക്ഷയ്ക്ക് കാരണമായ സുവിശേഷം എന്ന വചനം അറിയിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. സുവിശേഷ പ്രവർത്തനം ഒരു അധ്വാനമാണ്. ജീവിതവും ഒരു പരിധിവരെ എന്താണ് ഈ പോരാട്ടത്തിൻ്റെ നിരയിൽ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് വചനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുവിശേഷത്തെ സംബന്ധിച്ച് അപ്പോസ്തലൻ വീണ്ടും റോമാലേഖനം 1:16 പറയുന്നൊരു കാര്യമുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ ഈ ദൈവശക്തി എന്ന് പറയുന്നത് നമുക്ക് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. ആമേൻ. നമ്മെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റുന്നു, സ്വർഗത്തിൽ ജീവിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയും. അവനിൽ നമുക്ക് പാപമോചനം ഉണ്ട്. ഇതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ആമേൻ. അപ്പം അതുകൊണ്ട് അത് നമ്മളെ രക്ഷിക്കുന്ന ആ ദൈവശക്തി തന്നെയാണ്. ആമേൻ. ഒരുവൻ ക്രിസ്തുവിലേക്കായി കഴിയുമ്പോൾ, വിശ്വസിച്ച് കഴിയുമ്പോൾ അവൻ്റെ പാപത്തിന് മോചനമുണ്ടാകുക. അതായത് പാപത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടന്ന ജഡത്തിലായിരുന്ന സമയത്ത്, ജഡത്തിൻ്റെ മാത്രം നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് പാപത്തിൻ്റെ പിടിയിലായിരുന്ന ആ പിടിയിൽ നിന്ന് അവനെ എന്ത് ചെയ്യാണ്? മോചനം കൊടുക്കുകയാണ്. പിന്നെ ആ പാപത്തിന് അവനിലേക്ക് ഉള്ള സ്വാധീന ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ട് അവനെ ദൈവസന്നിധിയിൽ നിർത്തുവാനായിട്ട് വ്യാപരിക്കുന്ന ശക്തി, ആ രക്ഷിക്കുന്ന ശക്തിയായി അവിടെ വ്യാപരിക്കും. അങ്ങനെ നമുക്ക് പാപമോചനം, വീണ്ടെടുപ്പ്, പിന്നെ നീതീകരണം, അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരു നീതിമാനായി ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപയും ദൈവശക്തിയും ഒരു വ്യക്തിയിലേക്ക് പകരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിലൂടെയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെയോ നമുക്ക് തരുന്ന വിശുദ്ധീകരണം, വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണമൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ വിശുദ്ധീകരണത്തിൽ നമുക്ക് വേർപാടുണ്ട്. പാപ നിബദ്ധമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന്, വ്യാപാരങ്ങളിൽ നിന്നൊക്കെ ഒരു വേർപെട്ട ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കും, ദൈവത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ലോകം മുഴുവൻ സാത്താനും അതിൻ്റെ അധീനതയിലും കിടക്കുമ്പോൾ, അതിൻ്റെ സ്വാധീന വലയത്തിലായിത്തീരുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് പിന്നെ ദൈവത്തിന് വേണ്ടി മാത്രമായി ജീവിക്കണമെങ്കിൽ വലിയൊരു പോരാട്ടമുണ്ട്. വലിയൊരു വികസന ശക്തി നമുക്ക് ആവശ്യമായിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇന്ന് നാളുകളിലൊക്കെ തുടരെ ശൂന്യാകാശ പേടകങ്ങൾ ഇവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭൂമിയുടെ ആകർഷണ പരിധി വിട്ട് പോകുവാനുള്ള ഒരു ശക്തി അതിനകത്തുണ്ട്, റോക്കറ്റ് മുഖാന്തരം ഉള്ളതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് അവർ കടന്നു പോകാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമുക്കും ഈ ഒരു ദൈവിക മണ്ഡലത്തിലേക്ക്, ദൈവികമായിരിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ജീവിക്കുന്നതിന് ലോകത്തെ ജയിക്കുന്ന ഒരു ദൈവിക ശക്തി നമുക്ക് ആവശ്യമാണ്. അത് കർത്താവിനറിയാം. അതാണ് ആ ദൈവിക ശക്തിയെ നമുക്ക് തരുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോൾ വീണ്ടും ശുദ്ധിയുടെ ശേഷം ദേശസ്കരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതും ഈ ദൈവ കൃപയും ശക്തിയും തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ, ക്രിസ്തുവിശ്വലുള്ള വിശ്വാസം നിലനിൽക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണം, സ്ഥിരമായ ഒരു പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണമെന്നൊക്കെ പറയുന്ന ആ ഒരു നിലയിൽ നമ്മളെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പിന്നെ ഈ വിശുദ്ധന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൗലോസിനെയൊക്കെ സംബന്ധിച്ച് കൊരിന്ത്യ സഭയിലൊക്കെ വളരെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ അവർ ജഡത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്, ജഡീക ഉല്ലാസങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ്, ധനമോഹികളാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് പൗലോസ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട് അവിടെ. അപ്പം അതിനോട് ചേർത്ത് പറയുകയാണ്, 2 കൊരിന്ത്യർ 10:4-5 വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത് പറയുകയാണ്. നോക്കണം. പിന്നെ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർപ്പാൻ, ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ മനുഷ്യർ കെട്ടുന്ന കോട്ടകളാകട്ടെ, സാത്താന്യ ബന്ധനത്തിൻ്റെ കോട്ടകളാകട്ടെ, അതിനെ തകർക്കുവാൻ ശക്തിയേറിയ ഒരായുധമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ ശക്തി ദൈവസന്നിധിയിൽ നമുക്ക് ശക്തിയുള്ള ദൈവശക്തി തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് അപ്പം ജഡത്തിൽ വ്യാപരിക്കുന്ന ശക്തിയല്ല, ജഡത്തിൽ മാത്രമായിട്ട് ഉള്ളതല്ല. പിന്നെയോ നമ്മുടെ ഈ മൺകൂടാരങ്ങളിലേക്ക് പകരപ്പെടുന്ന, ജഡമാകുന്ന മൺകൂടാരങ്ങളിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണിത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്,
കോട്ടകളെ തകർക്കണം. അതുകൊണ്ട് ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏത് ബുദ്ധിമുട്ടിൻ്റെ പ്രയാസങ്ങളുണ്ടായാലും, എതിർപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ കൂടി ഈ നാളുകൾ ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുക ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ കോട്ടകളെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാണ് ദിനംതോറും നമ്മളിൽ കർത്താവ് പകരുന്നതെന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കണം. ആമേൻ. തടർന്നു പോകുവാനായിട്ട് ആ പ്രകാരമുള്ള വാർത്തകൾക്കും തടർന്നു പോകാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ പറയുക, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. മുമ്പ് ഇത് കഴിയത്തില്ലായിരുന്നു. നല്ലതേതാണെന്ന് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന തീയതായ പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിനെ വിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലായിരുന്നു. പാപത്തിൻ്റെ ഒരു പ്രമാണത്തിൻ്റെ വലിയ ബന്ധനത്തിൽ നമ്മളായിരുന്നു. ഇന്ന് അത് തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം അങ്ങനെ പറയുന്നത്. മുൻപുള്ള സങ്കല്പങ്ങളെ പോലെ തന്നെ ഇന്നും മാനുഷികമായ ജഡത്തിലുണ്ടാകുന്ന സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ച ചിന്തകളെയും ഒക്കെ എന്ത് ചെയ്യണം? ഇടിച്ചു കളഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക? പിടിച്ചടക്കുവാൻ കഴിയുന്നത് നമ്മുടെ മാനുഷിക ശക്തിയിലല്ല, ദൈവശക്തിയിലാണ്. നമ്മൾ പകർന്നിരിക്കുന്ന ദൈവശക്തിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, നമ്മളെ അലട്ടുന്ന ചിന്തകളാകട്ടെ, ഇതിനെയൊക്കെ ദിവസം നമുക്ക് വെക്കാം. കാരണം അവയെ അതിജീവിക്കുവാൻ നിരാശപ്പെടുന്ന, വേദനപ്പെടുത്തുന്ന, തകർത്ത് കളയുന്ന ചിന്തകളിൽ വിചാരങ്ങളിൽ പോലും കീഴടക്കി മുന്നേറുവാൻ കഴിയുന്ന ദൈവകൃപ ദൈവം നമ്മളിൽ പകരുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 2:11 പറയുക, നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജീവിക്കണം. അവിടെ നമ്മുടെ ദുഷ്പ്രവർത്തിക്കാരെന്ന് മറ്റുള്ളവർ ആക്ഷേപം പറയും തോറും നമ്മുടെ നല്ല പ്രവൃത്തിയെ കണ്ടിട്ട് നമ്മുടെ കർത്താവിനെ അവരറിയുവാനായിട്ട് ഇടയായി തീരണം. ആമേൻ. നോക്കണേ, അപ്പോൾ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ അവർ പ്രവാസികളായിട്ട് ജീവിക്കുകയാണ്, പരദേശികളായിട്ട് ജീവിക്കുകയാണ്, സ്വന്തക്കാരിൽ നിന്ന് അകന്ന് വിശ്വാസം നിമിത്തം ഓടി അകലപ്പെട്ടവരാണ് പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ വളരെ കഷ്ടവും ശോധനയും അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആത്മാവിൽ ചിന്തിക്കാം, ഇത് വേണ്ടിയിരുന്നു അല്ലേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. വളരെ ഭാരപ്പെടുന്ന ആത്മഭാരങ്ങളിലേക്ക് അവർ കടന്നു പോകും. അപ്പോൾ പറയാം, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടിയിരുന്നില്ല. ചില സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണങ്ങളെ നമ്മൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്രയും അടിയും തല്ലുമൊന്നും കൊള്ളണ്ട, ഇരുന്ന് കേൾക്കണ്ട. മോചനം കിട്ടുമെന്ന് അവർ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് പോകാനായിട്ട് നമുക്ക് വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ആത്മാവിനോട് പോരാടും ജഡമോഹങ്ങളെ വിട്ടകന്ന ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയും തോറും നമ്മൾ എന്ത് ചെയ്യണം? വിട്ടകന്നുകൊണ്ടേയിരിക്കണം. അപ്രകാരം വരുന്ന ചിന്തകളെ മുകളിൽ പറഞ്ഞു അവയെ പിടിച്ചടക്കുവാൻ കഴിയുന്ന ഒരാത്മശക്തിയാണ് നമ്മളിൽ പകർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ പകർന്നിരിക്കപ്പെട്ടിരിക്കുന്നത്. ജഡത്തെ കീഴടക്കുവാനുള്ള ഭൗമികമായ എല്ലാ സംഗതികളും കീഴ്പ്പെടുത്തുവാനുള്ള, മരിപ്പിക്കുവാനുള്ള, മരണത്താൽ അവസാനിപ്പിക്കുവാനുള്ള സകല കെട്ടുപാടുകളുമുള്ള ഈ ഭൗമിക തലങ്ങളിൽ നിന്ന് ഒരു പുനരുത്ഥാനമുണ്ടാകുവാൻ ആവശ്യമായ ദൈവകൃപയും ദൈവശക്തിയും എന്ത് ചെയ്യുക? കർത്താവിലുണ്ട്. അത് നമ്മളിൽ പകരുകയാണ്. അതുകൊണ്ട് പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് പറയുക, കർത്താവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം പ്രാപിച്ചവൻ പറയുക, എനിക്കും എന്ത് ചെയ്യണം? അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവനെയും എനിക്ക് എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. അവനുള്ള കൂട്ടായ്മ അനുഭവിച്ചറിയണം. 3-ാം അധ്യായത്തിൽ ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം നോക്കണം, ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണെന്നാണ്. പക്ഷെ അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞ് വല്ലവിധേന അത് പ്രാപിക്കുവാനായിട്ടുള്ള ബദ്ധപ്പാടിലാണ് വിശ്വാസ ജീവിതത്തിൽ അത് പറഞ്ഞതായ അപ്പോസ്തലൻ. അതിൽ ആ ഒരു വീക്ഷണത്തിലേക്കാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ കൊണ്ടുപോകുന്നത്. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, അതിന് സ്വഭാവത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഈ നാളുകളിൽ അറിയുവാനായിട്ട് കഴിയണം. അപ്പം നമ്മൾ പകർന്നിരിക്കുന്ന ആ ആത്മശക്തി, ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണെന്ന് എന്നുകൂടെ നമ്മൾ അറിയുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്തീയ അധ്വാന ജീവിതത്തിൽ പൗലോസ് വളരെയധികം ക്ഷീണിതനായിട്ടുണ്ട്. എന്താ പറയുക, ശാരീരികമായിട്ട് അല്ലേ, ഒത്തിരി പട്ടിണി കടന്ന് അടികൊണ്ട് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അനുഭവങ്ങൾ. അതുകൂടാതെ
തനിക്ക് ചില ശൂലങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മാറിപ്പോകാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷേ മാറിപ്പോയില്ല. എന്നിട്ടും ആ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ശക്തിയെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12:9 ഇങ്ങനെ പറയുകയാണ്, കർത്താവ് അവനോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത് തീരുമാനിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് മാറിപ്പോകാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറയുക, അതവിടെ ഇരുന്നാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്, അതവിടെ ഇരുന്നാലും എൻ്റെ ശക്തി മതി എന്ന് പറയും. ഈ നാളുകളിൽ ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുഗങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകട്ടെ. കർത്താവിനോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. നമ്മുടെ ബലഹീനത എന്നുള്ള നിലയിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ? ആ ബലഹീനത നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ നാം ഭാഗ്യവാനാണ്. കാരണം എന്താണ്? കർത്താവ് പറയുക, എൻ്റെ ശക്തി ഞാൻ നിന്നിലേക്ക് പകരുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവഹിതത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവപദ്ധതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി എൻ്റെ ശക്തി നിലമേൽ പകരാൻ പോകുകയാണ്. നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ഉപയോഗിക്കാൻ പോകുകയാണ്. ആമേൻ. ഫിലിപ്പിയ ലേഖനം 4:13 ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. ഇത് കേട്ടവൻ, ശൂലം മാറിപ്പോകാൻ പ്രാർത്ഥിച്ചവൻ, ദൈവവചനത്തിൻ്റെ ദൈവശബ്ദത്തിൻ്റെ മുമ്പാകെ ബലപ്പെടുകയാണ്. അവൻ പറയുക, ലോഭമായിരിക്കാനും ധാരാളമായിരിക്കാനും ഒക്കെ എനിക്ക്, പട്ടിണി കിടക്കാനൊക്കെ എനിക്ക് കഴിയും. കാരണം അതിനെന്നെ കർത്താവ് ശക്തനാക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് വിഷയമാണെങ്കിലും അതിന് ദൈവഹിത പ്രകാരം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ആ ഹിതത്തിന് വേണ്ടി നമ്മളെ ഒന്ന് വയബിളാക്കി കൊടുത്താൽ, അവൈലബിളാക്കി കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നമ്മെ ആ നിലയിൽ കൊണ്ടുപോകാൻ ശക്തനായ ദൈവം, വിജയാളിയായി തന്നെ കൊണ്ടുപോകാനായിട്ട് ശക്തനായ ദൈവം. പലപ്പോഴും അവിടെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചുള്ളൊരു വിജയത്തിന് വേണ്ടി നമ്മൾ മൽപ്പിടുത്തം ചെയ്യുമ്പോൾ അതകന്നു പോകാനിടയാകുന്ന അങ്ങനെ. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ദൈവം ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ട് നിർത്തിക്കും. കാരണം അതിനു വേണ്ടിയാണ് ദൈവശക്തി നമ്മൾ വ്യാപരിക്കുന്നത്. ആമേൻ. ദൈവകൃപ നമ്മൾ വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പാപമോചനം അല്ലേ, നമുക്ക് വീണ്ടെടുപ്പ്, നമ്മുടെ നീതീകരണം, നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ തേജസ്കരണം, അതിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3:20-21 പറയാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. നമ്മൾ ഇവിടെയാണ് പാർക്കുന്നതെങ്കിലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ ക്രിസ്തുയേശു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കൊരു വലിയൊരു കാത്തിരിപ്പുണ്ട് അല്ലേ. തെസ്സലോനിക്യ ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും പിന്നെ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു മടങ്ങിയവന് വേണ്ടി കാത്തിരിപ്പാനുമായിട്ട് ആണ് അവരെ കർത്താവ് വിളിച്ചതെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവത്തെ സേവിക്കുവാൻ, കർത്താവിന് വേണ്ടി കാത്തിരിപ്പാനായിട്ട് വിഗ്രഹങ്ങളെ വിട്ട്, അതുവരെയുള്ള കാര്യങ്ങളെ വിട്ട് അവർ മുന്നോട്ട് വരുവാൻ അവർക്ക് പ്രേരണയായത് ശക്തിയേറിയ ദൈവവചന ശുശ്രൂഷ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം അറിയിച്ചത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. പിന്നെ അവർ പറയുകയാണ്, ശക്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെയാണ് അറിയിച്ചതെന്ന്. നോക്കണേ, അപ്പോൾ വചന ശുശ്രൂഷയുടെ സ്വഭാവത്തോടെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അവരെക്കുറിച്ച് പറയാം, അതേ ശക്തിയിൽ തന്നെ എന്ത് ചെയ്തു, അവരത് സ്വീകരിച്ചു എന്നാണ്. നോക്കണേ, അപ്പോൾ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ വലിയ പ്രവർത്തനം മുഖാന്തരമായി ഹല്ലേലൂയ അവരുടെ പാപം നിറഞ്ഞ അവസ്ഥയെ വിട്ട് ദൈവത്തെങ്കിലേക്ക് ജീവിപ്പാനായിട്ട് അവർക്കിടയായി തീർന്നു. തുടർന്ന് താഴേക്ക് വരെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക, ആ വചനം നിങ്ങൾ ഇപ്പോഴും, ആ വിശ്വാസം നിങ്ങൾ ഇപ്പോഴും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവ് എൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെതാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്തിരിക്കുന്ന വചനം ഇന്നും നമ്മളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യാപാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസിന്റെ അടുത്ത് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്ന തുടർമാനമായി വ്യാപരിക്കുന്ന, തുടർമാനമായി നമ്മളെ നയിക്കുന്ന ദൈവിക ശക്തിയുടെ സാന്നിധ്യം ദൈവവചനത്തിൽ നമ്മൾ പ്രാപിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പിന്നെ ഫിലിപ്പിയർ 3:21 ഇങ്ങനെ പറയുക, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, സകലത്തെയും ദൈവിക ഇഷ്ടപ്രകാരം കൊണ്ടുവരുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്.
രൂപാന്തരത്തിൻ്റെ ശക്തിയാണ്. ഇതൊരു പുതിയ ശക്തിയാണ്, പുതുജീവൻ്റെ ശക്തിയാണ്. അങ്ങനെ അനേക പേരുകൾ നമുക്ക് ഈ ശക്തിയെ സംബന്ധിച്ച് വചനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇവിടെ പറയുന്നു, തൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ ഈ പാപം നിറഞ്ഞ ശരീരത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഈ ലോകത്തിൽ തന്നെ വിശുദ്ധി വേർപാടിന് വേണ്ടി നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം മുന്നോട്ട് കടന്നു പോകുന്ന വ്യക്തിവിധങ്ങളെ ഈ അവരുടെ ശരീരത്തെ കർത്താവ് എന്ത് ചെയ്യുക, കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, തൻ്റെ വ്യാപാര ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് പെട്ടെന്ന് കർത്താവിൻ്റെ വരവിങ്കിൽ മാത്രം നടക്കുന്നൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴെങ്ങനെ ജീവിക്കാം, അന്നേരം പെട്ടെന്ന് നടന്നുകൊള്ളൂ ചിന്തിക്കാൻ കഴിയുന്നൊരു സംഭവമല്ല. മറിച്ച് അതിപ്പോഴേ നമ്മളതിനു വേണ്ടി നമ്മളെ ക്രമീകരിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ തന്നെ ഒരുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യപ്പെടും, ദുഃഖിക്കുവാൻ്റെതായിട്ട് വരും. അല്ല, നമ്മൾ അതിനു വേണ്ടി ആ നിലയിൽ ശക്തമായി ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എടുക്കപ്പെടാനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. നമുക്കത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഭയപ്പെടേണ്ടതുമായ ഒരു കാര്യവും നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വ്യാപാര ശക്തിയാൽ വചനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവൻ്റെ വ്യാപാര ശക്തിയാൽ നിറഞ്ഞവരായി നമുക്ക് തീരാം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശക്തിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ഒന്ന് ഉദ്ധരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫെസ്യർ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. നമ്മളെ സംബന്ധിച്ച് പറയുന്ന എഫെസ്യരോട് പറയുക, അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്നവരോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണ് എന്ന് ഒന്ന് തിരിച്ചറിയണം. നമുക്ക് ഈ നാളുകൾ അതിന് വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. അത് കാണാനുള്ളൊരു കണ്ണ് നമുക്ക്, ആന്തരിക ദൃഷ്ടി നമുക്ക് പ്രകാശിക്കണം. അതൊക്കെ മുകളിൽ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വീണ്ടും താഴോട്ട് പറയുക, ആ അളവറ്റ വലിപ്പം, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് എന്ത് ചെയ്യും, ക്രിസ്തുവിലും വ്യാപരിച്ചു. ഭാഗത്ത് പറയും, ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ എന്ത് ചെയ്തു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഇരുത്തിയ ശക്തിയാണ്. ആമേൻ. നോക്കണേ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ വ്യാപ്തി നോക്കുക. ആമേൻ. ഹല്ലേലൂയ. പാതാള അങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ മരിച്ചടക്കപ്പെട്ട ആ സ്ഥാനത്ത് നിന്ന് അവനെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന, ഒരു ശക്തിക്കും കഴിയാത്ത, ലോകത്തിൻ്റെ ഒന്നിനും കഴിയാത്ത ആ ഒരു വലിയ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇത് തിരിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, എനിക്കും അതൊന്ന് പ്രാപിക്കണം, എനിക്കും അതൊന്ന് അനുഭവിച്ചറിയണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കണം, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ പോകണം. ഈ നാളുകളിൽ ആ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ദിനംതോറും നാം അനുഭവിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും അളവറ്റ വലിപ്പമുള്ള ശക്തിയുടെ പ്രകടനം ക്രിസ്തുവിൽ കണ്ടതുപോലെ നാം ഇന്ന് കാണുവാനായിട്ടിടയായിത്തീരും. അവിടെ സ്വർഗത്തോളം, ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക്, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിലേക്ക് കർത്താവിനെ ഉയർത്തി എന്നാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. നമ്മളെയും അങ്ങോട്ട് തന്നെയാണ് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആ മാർഗമല്ലാതെ വേറെ ഏത് മാർഗമാണ് നമ്മളെ അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ലോകത്തിൽ പ്രാകൃത മനുഷ്യനുണ്ട്, ജഡീയ മനുഷ്യനുണ്ട്, ആത്മീയ മനുഷ്യനുണ്ട്. പ്രാകൃത മനുഷ്യൻ അവൻ്റെതായ നിലയിലുള്ള വ്യാപാരങ്ങളെ സംഭവിക്കും. ജഡീയ മനുഷ്യൻ ജഡത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായി വ്യാപരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തോട് അനുസരണക്കേടുള്ള ജീവിതങ്ങളായി വരുന്ന അവസ്ഥകളാണ്, അല്ലെങ്കിൽ സ്വഭാവങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് എഫെസ്യരിൽ ഇങ്ങനെ പറയുക അല്ലേ, സകല അനുസരണക്കേടുള്ള വ്യാപരിക്കുന്ന സ്വർലോകത്തിലെ അധിപതിയായവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യാപാരമുണ്ട്. അനുസരണക്കേടിൻ്റെ വ്യാപാരത്തെ നമ്മൾ തരുന്ന ഒരു അധികാരിയായവൻ്റെ വ്യാപാരം അല്ലേ. പിന്നെ മാനുഷിക ചിന്തകളുടെ വ്യാപാരമുണ്ട്. എന്നാൽ ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ദൈവിക വ്യാപാരമുണ്ട്. ആമേൻ. അപ്പോൾ നമ്മളെ ആ നിലയിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ അങ്ങനെ മരണാവസ്ഥയിലായിരുന്ന, മരിച്ച അവസ്ഥയിൽ നിന്ന് ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തൻ്റെ വചനത്താൽ നമ്മളെ ഉയർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഉയർപ്പിനാൽ കർത്താവിനോട് ചേർന്നവരാണ്. ഇനി നമുക്ക് അക്ഷരീയമായ ഒരു ശരീരത്തിൻ്റെ മരണവും ഉയർപ്പും കർത്താവ് ശേഷിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അതിൻ്റെ ആത്യന്തിക അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളന്ന് കർത്താവിന് മുമ്പാകെ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയി വെളിപ്പെടണമെന്നുള്ളതാണ്. ആ കുറ്റമില്ലായ്മ, ആ നിഷ്കളങ്കത, ആ വിശുദ്ധരായി തീരണമെന്നുള്ളതാണ്. അത് എപ്പോഴാണ് സംഭവിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തിൽ അത് വെളിപ്പെടേണ്ട കാര്യമാണ്. വിശ്വാസ ജീവിതത്തിൽ അത് വെളിപ്പെടേണ്ട കാര്യമാണ്.
അതിൻ്റെതായ ശക്തിയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. ആ നിലയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എവിടെ ആയിരുന്നാലും ആ ദൈവശക്തിയുടെ സാന്നിധ്യവും പ്രൊട്ടക്ഷനും നമുക്കുണ്ടാകും. ഏതൊരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് രോഗിയുടെ അടുത്ത് ചെന്നാലും അവർക്ക് ആ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ സാന്നിധ്യം തന്നെ ഒരു ദിവ്യമായ അനുഭവത്തിലേക്ക് ഒരു അനുഭവം അവർക്കുണ്ടാകാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവകൃപയിൽ നമുക്കൊന്നുകൂടെ നമ്മൾ തന്നെ ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കായി വ്യാപരിക്കുന്ന ദൈവശക്തി. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അതിന് ഫലമേൽപ്പിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ വ്യാപാരത്തിന് വേണ്ടി അതിൻ്റെ ആ വ്യാപനത്തിന് വേണ്ടി എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടി അധ്വാനിക്കുന്നു. ഈ നിലയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തി ജീവിതമേ നമുക്കും ആ കർത്താവിൻ്റെ വ്യാപാര ശക്തിക്ക് കീഴ്പ്പെടാം. അതല്ലാതെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് മറ്റൊരു മാർഗമില്ല. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഗുജറാത്ത് സ്റ്റേറ്റിൽ ഷാരോൺ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പോൾ നാരായണൻ എന്ന ദൈവദാസൻ പനിയാൽ ഭാരപ്പെടുന്നു. പൂർണ്ണമായ സൗഖ്യം തനിക്ക് ഉണ്ടാകണം. നമ്മളിന്ന് കേട്ടതായ ദൈവിക വ്യാപാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ദാസൻ്റെ മേൽ വ്യാപരിപ്പാനിടയാകട്ടെ. നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന, ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, സൗഖ്യമാക്കുവാൻ കഴിയുന്ന, പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ കഴിയുന്ന ആ സ്വർഗീയ വ്യാപാരത്തിന് കഴിയാത്തതൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ നനയ്ക്കുന്നതിലും വിചാരിക്കുന്ന അത്യന്തം പരമായി നമ്മൾ ചെയ്യുവാൻ കഴിയുന്നവൻ്റെ വ്യാപാര ശക്തിയാൽ കഴിയുന്നവനെന്നാണ്. അതുകൊണ്ട് അവൻ്റെ ആ വ്യാപാര ശക്തി ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവദാസൻ്റെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ, സഭയുടെ മേൽ ഷബാരിക ദീപാമാനാജാല വ്യാപരിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് എന്ന സ്റ്റേറ്റ്, ഉത്തരകാശിയിൽ മേഘ സ്ഫോടനമുണ്ടാകുകയും വലിയ മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടായി, ജലപ്രളയമൊക്കെ ഉണ്ടായി. ധാരാലി എന്ന പറയുന്ന ഗ്രാമം, അതിൻ്റെ ചില ഭാഗങ്ങൾ 50-60ഓളം ആളുകൾ നഷ്ടപ്പെട്ടു അത് ആയിട്ട് കരുതപ്പെടുന്നു. 50-ലധികം വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ അനേക ഭാഗങ്ങൾ നഷ്ടപ്പെടുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഒരു കണ്ണീരിൻ്റെ അനുഭവത്തിൽ അവരായിരിക്കുകയാണ്. കർത്താവ് ആ ദേശത്തിന് സമാധാനം കൊടുക്കണം. അവിടെ അനേകം രക്ഷിക്കപ്പെടുവാനിടയായി തീരണം. ചില വ്യക്തിവിധങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള വിധമാകുന്ന ആയിരിക്കുന്ന പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയുവാൻ ചില മുഖാന്തരങ്ങൾ അവിടെ ഉളവാകുവാനിടയാകട്ടെ. മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് വരെ അവിടെ ടൂറിസ്റ്റുകളായി പോയ ആളുകളുണ്ട്. അവർ രക്ഷപ്പെട്ട വിധങ്ങളെ ഒക്കെ അവർ ചിന്തിക്കുമ്പോൾ കർത്താവിനെ തിരിച്ചറിയുവാൻ മുഖാന്തരമായി മാറട്ടെ. മൂന്നാമത്, ബെൻസൺ പാസ്റ്ററുടെ കുടുംബത്തിന് വേണ്ടി, ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബെൻസൺ പാസ്റ്ററുടെ വൈഫിൻ്റെ പൂർണ്ണമായ സൗഖ്യമായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ വിടുന്നതിന് വേണ്ടി ഇന്നും അതിൻ്റെ ടെസ്റ്റുകൾക്കായിട്ടോ കടന്നുപോയി എന്ന് വിളിച്ചപ്പോൾ പറയുവാനിടയായി. ദൈവത്തിൻ്റെ അനുഗ്രഹമേറിയ വചനത്തിൻ്റെ സാന്നിധ്യം അവരെ വീണ്ടും സൂക്ഷിക്കുവാൻ, ദൈവവേലയിൽ ശക്തിയോടെ മുന്നേറുവാൻ, ഈ അനർത്ഥങ്ങളുടെ നടുവിലും കർത്താവ് ബലപ്പെടുത്തുന്ന ശക്തിയാൽ ഞാൻ ശരീരത്തിൽ ബലഹീനതെന്ന് തോന്നുമ്പോഴും നമ്മൾ കേട്ടതുപോലെ നമ്മളെ ശക്തനാക്കുന്ന ആ കർത്താവിൻ്റെ ബലത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും ശക്തിയോടെ മുന്നേറുവാൻ ഇവ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ഈ 3 വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആയിരിക്കുന്ന പരസ്പരം കാണുന്നില്ലെങ്കിലും ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി അല്പസമയം നമുക്ക് ആ ദിവസങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഓ ഷബാരിക ദീപമാനാജാല ശൈരാധര ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച്, പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേൾപ്പാൻ ഇടയായുള്ള കർത്താവേ, പ്രവർത്തന ബുദ്ധങ്ങളെക്കുറിച്ചൊക്കെ കേൾപ്പാൻ ഇടയായുള്ള കർത്താവേ, അത് ഞങ്ങൾക്ക് ധൈര്യപ്പെടുവാൻ, കർത്താവ് ഞങ്ങളോട് ഉറയ്ക്കുവാൻ, കർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുവാനുള്ള ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കർത്താവേ, ആ ഗുജറാത്തിൽ ഷാരോൺ സഭയുടെ പാസ്റ്റർ പോൾ നാരായണന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിരദാസൻ പനിയുടെ ഭാരത്താൽ കഷ്ടപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഈ സമയം തന്നെ തൻ്റെ മേൽ തൻ്റെ അവിടുത്തെ ആടിപ്രധാരണ കരം വെച്ച് സൗഖ്യമാക്കുവാൻ നിന്റെ കൃപയുടെ വ്യാപാരത്താൽ, അവിടെ ദൈവശക്തിയുടെ വ്യാപാരത്താൽ, ഓ ഹല്ലേലൂയ കർത്താവേ, നിന്റെ മകനെ എഴുന്നേൽപ്പിക്കുമാറാകണമേ, സൗഖ്യമാക്കുമാറാകണമേ. ദൈവിക ബലത്തോടെ, ഏറിയ ബലത്തോടെ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ കർത്താവേ. അതുപോലെ ദൈവമേ, ഹല്ലേലൂയ, ഉത്തരാഖണ്ഡിൽ ജലപ്രളയത്താലൊക്കെയും മേഘസ്ഫോടനത്തിൻ്റെ ഫലമായുണ്ടായ ജലപ്രളയത്താൽ കഷ്ടമനുഭവിക്കും
അനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന ആ ഭവനങ്ങളെയും ദേശത്തെയും ഒക്കെ കർത്താവ് ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, കൂടുതൽ അനർത്ഥങ്ങളൊന്നും കൂടാതെ അവരെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർമാനമായിട്ടുള്ള ഒരു ദോഷങ്ങളും ആ ദേശത്ത് വരുവാനിടയാകരുതേ. ഞങ്ങൾ മഴ പെയ്യുന്ന എല്ലാ ദേശങ്ങളെയും കർത്താവോടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവനോട് ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും കർത്താവിനെ അറിയുവാൻ, ദൈവത്തിലേക്ക് നോക്കുവാൻ ചില ബാധനങ്ങളെയും ദിവസങ്ങൾ അതിനോട് ചേർത്ത് ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, പ്രാർത്ഥനാ ധ്വനിയുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും വിവിധ രാജ്യങ്ങളിലും വിവിധ ഇടങ്ങളിലുമായി നേതൃത്വം കൊടുക്കുന്നവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബമായി അനുഗ്രഹിക്കണം, പ്രവർത്തന മണ്ഡലങ്ങളെ സഹായിക്കണം. പ്രധാന നേതൃത്വം കൊടുക്കുന്ന ബെൻസൺ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകനെ ശക്തിയായി അനുഗ്രഹിക്കണമേ. ദാസിക്കൊണ്ട് അനർത്ഥം കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. എന്നാൽ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, വേലയെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രവർത്തനത്തെ എനിക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക ദർശനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഒത്തവണ്ണം കർത്താവേ പോരാടുവാൻ, ജയിക്കുവാൻ, ജീവിക്കുവാൻ, ദൈവത്തെ പ്രയോജനമുള്ളവനായി മാറുവാൻ സഹായിക്കുമാറാണോ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വചനങ്ങളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.